ഹലോ എവരി വൺ, ജി എസ് ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ഫാക്റ്റുകൾ വളരെ പ്രധാനമായിട്ടും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഫാക്റ്റുകൾ ഞാൻ ഒരു വീഡിയോയിലൂടെ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന HSN കോഡ്, SSC കോഡ്, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ, GST നെറ്റ്വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓൺ ടാക്സ് ഈസ് കോൾഡ്. ടാക്സ് ഓൺ ടാക്സ് ഇൻസിഡൻസിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഇൻഡയറക്റ്റ് ടാക്സ്, ബി ടാക്സ് പിരമിഡിംഗ്, സി ടാക്സ് ഇവേഷൻ, ഡി ടാക്സ് കാസ്കേഡിംഗ്. അപ്പൊ ഇതില് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, ടാക്സ് ഇവേഷൻ എന്താണെന്ന് നമുക്കറിയാം. ടാക്സ് ഇവേഷൻ ടാക്സ് വെട്ടിപ്പാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് കൃത്യമായ രീതിയിൽ നമുക്കറിയാം. ഇൻഡയറക്ട്ലി പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുക ടാക്സ് പിരമിഡിങ്ങും അതുപോലെ തന്നെ ടാക്സ് കാസ്കേഡിംഗ് ആണ് കൺഫ്യൂഷൻസ് ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ടാക്സ് പിരമിഡിംഗ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. Tax becomes a part of the cost and this process will continue until the product is finally sold. ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്നത് ടാക്സ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ്. ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ പാർട്ടായിട്ട് ടാക്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ പ്രൊഡക്റ്റ് ഈസ് ഫൈനലി സോൾഡ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ ആ കോസ്റ്റിന്റെ കൂടെ ടാക്സ് ആഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. കൃത്യമായ രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സെല്ലർ ഒരാൾക്ക് വിൽക്കുകയാണ്, ഒരു ബയർക്ക് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സെല്ലർ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ ടാക്സ് ഈടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ബയർക്ക് വിൽക്കുക. എ എന്നൊരു സെല്ലർ ബിക്ക് വിറ്റു എന്ന് വിചാരിക്കാം. ബി എന്ത് ചെയ്തു, സിയിലേക്ക് വിൽക്കുകയാണ്, സിക്ക് കൊടുക്കുകയാണ്, വിൽക്കുകയാണ്, സെല് ചെയ്യാണ്. അപ്പൊ ബി എന്ത് ചെയ്യും, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യും, ടാക്സ് ഈടാക്കിയിട്ടാണ് സിക്ക് കൊടുക്കുക. ഇനിയിപ്പോ സി മറ്റൊരാൾക്ക് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സിക്ക് എന്ത് ചെയ്യും, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യും, ടാക്സ് ഈടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഡിയിലേക്ക് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ ആ കോസ്റ്റിന്റെ കൂടെ ഈ ടാക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ഓക്കെ, as a result at each stage of sale ടാക്സ് കോമ്പൗണ്ട് ബിക്കംസ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ കൂടെ ടാക്സ് കോമ്പോണന്റ് അതിന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. The process of tax component becoming part of the cost of product is called tax pyramiding. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ the process of tax component becoming part of the cost of product. കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് ടാക്സ് കോമ്പോണന്റ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത് നോക്കാം. The incidence of tax on tax is commonly described as tax cascading. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും, ഡി ആണ്, ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയാൻ, അതായിരിക്കും ആൻസർ. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. When the raw materials or finished products pass through different hands, stages and states, the tax cascading effect will be very high. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ GST വരുന്നതിന് മുമ്പുള്ള ഒരു സംഗതിയാണ്. മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ, ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ സെൻട്രൽ എക്സൈസ്, അതുപോലെ തന്നെ ഇന്റർസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ CST, അതുപോലെ തന്നെ വാറ്റ് ഉണ്ടെങ്കിൽ അത് ഒക്കെ എല്ലാ ടാക്സും കൂടെ കൂടിയിട്ടായിരിക്കും എന്ത് വരിക, അവസാനം ഫൈനൽ ഗുഡ്സിന്റെ റേറ്റ് വരിക, അല്ലെ.
അതുകൊണ്ടാണ് അതിനെ ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പാസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ആൻഡ് സ്റ്റേറ്റ്സ്, ഒരുപാട് ഹാൻഡ്സിലൂടെ സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ വെരി ഹൈ ആയിട്ട് ടാക്സ് മാറുന്നത്. The goods and service tax system has been devised as a scientific method of levying and collecting tax on goods and services, completely eliminating the chances of tax cascading. ഇപ്പോ GST വന്നത് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. GST മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ഒരുപാട് ഇപ്പൊ സെൻട്രൽ എക്സൈസ്, വാറ്റ്, CST എല്ലാം പാടെ കൂടുമ്പോൾ വെരി ഹൈ ടാക്സ് ആവും അല്ലെ, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം ആയിരുന്നു എന്ത് പറയുന്നത്, ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, ടാക്സ് കാസ്കേഡിംഗ് ആയിരിക്കും ആൻസർ. ഓക്കെ, എന്താണ് ടാക്സ് കാസ്കേഡിംഗ് എന്നുള്ളത് ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ GST വരുന്നതിന് മുമ്പ് ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് 5000 ആണെന്ന് വിചാരിക്കാം. മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെ എക്സൈസ് ഡ്യൂട്ടി 12.5% ഉണ്ട്. ദെൻ ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ CST കൂടെ ഉണ്ടാവും, അവിടെ 2% ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും എന്ത് വരിക, സെല്ലിംഗ് പ്രൈസ് വരിക അല്ലെ, സെല്ലിംഗ് പ്രൈസ് വരിക. അപ്പോ ഈ ഒരു സിസ്റ്റം ആണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ തന്നെ ഒരുപാട് ടാക്സ് ആഡ് ചെയ്തിട്ടാണ് എന്ത് വരിക, സെല്ലിംഗ് പ്രൈസ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റം ആണ് ടാക്സ് കാസ്കേഡിംഗ്. ഇപ്പോ GST റെജിമിലാണ് എന്നുണ്ടെങ്കിലോ അവിടെ സെല്ലിംഗ് പ്രൈസ് 5000 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു GST ആഡ് ചെയ്തിട്ടുണ്ട്. എത്രയാണോ GST റേറ്റ് അതിന്റെ കൂടെ എന്ത് ചെയ്യും, GST ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് വരുന്ന റേറ്റ് ആയിരിക്കും എന്തുണ്ടാവുക, സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവുക. അപ്പൊ ഒരുപാട് ടാക്സ് ഒന്നുമില്ല, ഒറ്റ ടാക്സ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ 18% 9% സെൻട്രലും 9% സ്റ്റേറ്റും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തില്ല, ടാക്സ് കാസ്കേഡിംഗ് ഇല്ല. അതൊരു GSTയുടെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ടാക്സ് കാസ്കേഡിംഗ് എന്ന കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ടാക്സ് പിരമിഡിംഗ് ഒരു പിക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ടാക്സ് പിരമിഡിംഗ് എന്നുള്ളത് അല്ലെ. ദ പ്രോസസ് ഓഫ് ടാക്സ് കോമ്പോണന്റ് ബിക്കമിങ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ടാക്സ് പിരമിഡിംഗ്. ഇവിടെ നോക്കൂ, ഇപ്പോ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും അവര് എന്ത് ചെയ്യുന്നു, ഈ നീല കളറുള്ളതാണ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്, ദെൻ ഈ റെഡ് കളറുള്ളതാണ് ടാക്സ്. അപ്പോൾ ഫസ്റ്റ് ഇവര് പാക്കേജർക്ക് കൊടുക്കുമ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ ടാക്സ് ഈടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, പാക്കേജർക്ക് കൊടുക്കുക അല്ലെ, പാക്കേജർക്ക് കൊടുക്കുക. ദെൻ പാക്കേജർ ഇത് പാക്ക് ചെയ്ത് അവര് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട്, ഇപ്പോ ഈ ഒരു ടാക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് ടാക്സ് ഈടാക്കിയിട്ടായിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുക അല്ലെ. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് കൂടിയിട്ടുണ്ട് അല്ലെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമുള്ള ടാക്സും ഉണ്ട്, രണ്ടാമതുള്ള ടാക്സും ഉണ്ട്. ഇപ്പോൾ അവർ എന്ത് ചെയ്യും, വീണ്ടും അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് ഈടാക്കിയിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ഈടാക്കുന്നത്. അപ്പം അവരുടെ പ്രോഫിറ്റും എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ടായിരിക്കും പ്രൈസ് ഇടുക. ദെൻ അതിന്റെ മുകളിൽ ടാക്സ് ഉണ്ടാവും. ദെൻ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യും, സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലേക്കോ കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ വീണ്ടും ഒരുപാട് ടാക്സ് ഉണ്ടാവും അല്ലെ. അവരുടെ ടാക്സ് ഇതാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പിന്നെ കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് വരും, ഒരുപാട് പ്രൈസ് വരും, അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ടാക്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവര് 4 ആളുകളും ഈടാക്കിയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ ഉണ്ടാക്കിയുള്ള ടാക്സ് ഒക്കെ കൺസ്യൂമർ എന്ത് ചെയ്യേണ്ടി വരും, വഹിക്കേണ്ടി വരും. അപ്പൊ അവരുടെ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. ഇതാണ് ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ദ പ്രോസസ് ഓഫ് ടാക്സ് കോമ്പൗണ്ട് ബിക്കമിങ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് ഈ ടാക്സ് കോമ്പണന്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു 2 കോൺസെപ്റ്റ് കൃത്യമായ രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ വിത്ത് എഫക്ട് ഫ്രം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് 1st July 2017. നമ്മൾ ബേസിക് ഫാക്ടുകൾ പറഞ്ഞ ആ ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ വിത്ത് എഫക്ട് ഫ്രം 8 July 2017. ജമ്മു ആൻഡ് കാശ്മീരിൽ 8/7/2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന. ഈ 2 ഡേറ്റുകളും ഓർമ്മിച്ചു വെക്കുക. The next question, as a result of Constitution Amendment for GST, a separate list dash has been inserted in the Constitution. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് GST കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വരുന്നത്? ഓപ്ഷൻ എ
Article 246A, B. Article 146B, C. Article 122C, D. Article 101B. Here the answer is option A, Article 246A. Next one, under GST, value addition refers to. GST value addition എന്ന് പറഞ്ഞാൽ എന്താണ്? A. Expenses plus profit, B. Cost plus tax, C. Cost plus tax plus profit, D. Tax plus profit. Here the answer is option A, expenses plus profit. Expenses ന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തതിനാണ് നമ്മൾ GST യിൽ വാല്യൂ അഡീഷൻ എന്ന് പറയാം. അതിന് കൂടുതൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. For tax purposes, the term value addition simply means expenses plus profit of the seller. In other words, value addition means sales minus purchase. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ആണ്, അതുപോലെ തന്നെ സെയിൽസ് മൈനസ് പർച്ചേസ് ആണ്. ഇത് രണ്ട് ടേമുകളും മനസ്സിലാക്കി വെക്കുക. അതിന്റെ കൂട്ടത്തിൽ അപ്പൊ എത്രയാണ് ഇപ്പോൾ ഒരാള് ഒരു സെല്ലർ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്ന ആൾ എത്രയാണ് കൊടുക്കേണ്ടത് എന്നതാണ് പറയുന്നത്. അണ്ടർ GST system, tax paid on purchases, that is input tax, is deducted from tax collected on sales, that is output tax, to arrive at tax on value addition. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന GST എങ്ങനെയാണ് പേയബിൾ ചെയ്യുക? ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ് എന്ത് GST പേയ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് പെയ്ഡ് ഓൺ പർച്ചേസ് ആണ്. ഇപ്പോൾ ഒരാള് പർച്ചേസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ആ സാധനത്തിന് കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ ടാക്സ് ഓൾറെഡി കൊടുക്കുന്നത്, അത് ഇൻപുട്ട് ടാക്സ് നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. ഇനി ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരാൾ സെല്ല് ചെയ്യുമ്പോൾ, ഒരു ട്രേഡർ സെയിൽ ചെയ്യുമ്പോൾ ആളുകളുടെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്താണ് എന്ത് ഔട്ട്പുട്ട് ടാക്സ്. അപ്പൊ നമ്മൾ എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക? ഇൻപുട്ട് ടാക്സ് എന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും നമ്മൾ എത്രയാണോ കളക്ട് ചെയ്ത എമൗണ്ട്, ആ ടാക്സ് കളക്റ്റിൽ നിന്നും എത്രയാണോ കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്താൽ എത്രയാണോ അതായിരിക്കും എന്ത് GST പേയബിൾ ആയിട്ട് വരിക. ഓക്കെ, അതാണ് GST പേയബിൾ is equal to ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, UTGST is applicable when. UTGST എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓപ്ഷൻ എ, സോൾഡ് ഫ്രം യൂണിയൻ ടെറിട്ടറി. ബി, goods are purchased by central government. C, sold from one union territory to another union territory. D, there is interstate supply. അപ്പൊ നമ്മൾ ഈ GSTയുടെ കോമ്പോണന്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ UTGST എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ CGST എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ആദ്യം CGST stands for Central Goods and Service Tax, applicable on supplies within the state. സ്റ്റേറ്റിൽ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന് അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ആണ് CGST. ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർ ടു സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. രണ്ടാമത്തെ ഒന്നാണ് SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അപ്ലിക്കബിൾ ഓൺ സപ്ലൈസ് വിത്തിൻ ദ സ്റ്റേറ്റ്. എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? സ്റ്റേറ്റിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്ത് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർ ടു സ്റ്റേറ്റ്. ടാക്സ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യും? സ്റ്റേറ്റിനും കൂടെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. Then IGST stands for Integrated GST, applicable on interstate and import transaction. പ്രധാനമായിട്ടും നോട്ട് ചെയ്യണം, ഇന്റർസ്റ്റേറ്റും അതുപോലെ തന്നെ ഇമ്പോർട്ട് ട്രാൻസാക്ഷൻ ആണ് IGST അപ്ലിക്കബിൾ ആവുന്നത്. ഇത് രണ്ടും ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. IGST എന്ന് കിട്ടുന്ന ടാക്സ് സെന്ററും സ്റ്റേറ്റും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ് UTGST എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി GST, അപ്ലിക്കബിൾ ഓൺ സപ്ലൈസ് വിത്തിൻ യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറിയിൽ സപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ആണ് UTGST. ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർഡ് ടു യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറിയിലേക്കാണ്, കാരണം അവിടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർഡ് ടു യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറിയിലേക്ക് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അവിടെ UTGST അപ്ലിക്കബിൾ ആവുന്ന എവിടെയാണ്? സോൾഡ് ഫ്രം യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ആൻസർ എ ആണ് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പോണന്റ് കൃത്യമായ രീതിയിൽ ഒന്ന് എക്സാമ്പിൾ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് GST, ഇമ്പോർട്ട് ഇൻടു ഇന്ത്യ ഈസ്. GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് എങ്ങനെയാണ് ടാക്സ് ഈടാക്കുന്നത്? എ,
subject to IGST plus basic customs duty, that is BCD. B, subject to CGST plus SGST plus BCD. C, zero rated. D, SGST plus CGST plus IGST plus basic customs duty. Here the answer is option A, subject to IGST plus BCD. അപ്പോൾ import of goods ന് IGST അതേപോലെ തന്നെ basic customs duty കൂടെ ഉണ്ട്. basic customs duty ഇപ്പോ എന്ത് ചെയ്തിട്ടില്ല, GST-യിൽ സബ്സ്യൂം ചെയ്തിട്ടില്ല. IGST-ന്റെ കൂടെ basic customs duty കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു വാല്യൂ ഓൺ വിച്ച് IGST ഈസ് കാൽക്കുലേറ്റഡ്. അപ്പം ആദ്യം ഇമ്പോർട്ടഡ് ഗുഡ്സിന് എത്രയാണോ വാല്യൂ അതിന്റെ കൂടെ ബേസിക് കസ്റ്റംസ് കൂടെ ഉണ്ടാവും. ദെൻ ആ വാല്യൂ ആ കിട്ടി ഈക്വൽ ടു ആ വാല്യൂവിന്റെ കൂടെ IGST റേറ്റ് എത്രയാണോ ആ റേറ്റും കൂടെ ഉണ്ടാവും. അപ്പോഴാണ് IGST എന്ത് ചെയ്യുക, പേ ചെയ്യുന്നത്. അതുകൂടെ കൂട്ടിയിട്ടായിരിക്കും എന്ത് വരിക, IGST പേയ്മെന്റ് വരിക. അപ്പൊ ഇവിടെ ആൻസർ IGST പ്ലസ് BCD കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി. Okay. Next one, integrated goods and service tax is applicable when, that is IGST. IGST applicable ആവുന്നത് എപ്പോഴാണ്? A, sold in union territory. B, sold from one GST dealer to another GST dealer. C, sold within a state. D, there is interstate supply. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക there is interstate supply. interstate supply ഉണ്ടാവുമ്പോഴാണ് IGST applicable ആവുന്നത്. സോൾഡ് വിത്തിൻ എ സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ CGST അല്ലെങ്കിൽ SGST ആയിരിക്കും വരിക. ഓക്കെ. നെക്സ്റ്റ്, ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് GST സപ്ലൈസ് ടു സെസ് ആർ. GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം സെസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണ് വരിക? എ, സബ്ജക്ട് ടു IGST. ദെൻ ബി, സബ്ജക്ട് ടു CGST പ്ലസ് SGST. സി, സീറോ റേറ്റഡ്. ഡി, SGST പ്ലസ് CGST പ്ലസ് IGST. ഇവിടെ നമ്മൾ ആൻസർ സീറോ റേറ്റഡ് ആണ് വരിക. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ഇല്ല. അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് എക്സ്പോർട്ട്, മറ്റൊന്ന് സപ്ലൈസ് ടു സെസ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. സീറോ റേറ്റഡ് സപ്ലൈ വരുന്നത് ഒന്ന് എക്സ്പോർട്ടിൽ റേറ്റ് ഇല്ല, അതുപോലെ തന്നെ സപ്ലൈസ് ടു സെസ് അതിനും ഇല്ല. കൃത്യമായ രീതിയിൽ രണ്ട് പോയിന്റ് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ആൻസർ വരിക സീറോ റേറ്റഡ് ആണ് ആൻസർ വരിക. ഓക്കെ. Next one, SGST is applicable when state goods and service tax applicable ആവുന്നത് എപ്പോഴാണ്? A, goods are sold within a state. B, goods are sold from one GST dealer to a customer. C, goods are sold by a GST dealer to another GST dealer. D, interstate supply. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓപ്ഷൻ എ, goods are sold within a state. Next one, when a GST dealer in Kerala sells a product of a GST dealer or customer in Tamil Nadu, the tax collected is. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഡീലർ തമിഴ്നാടിലുള്ള ഒരു കസ്റ്റമറിനോ അല്ലെങ്കിൽ ഡീലറിനോ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് GST കളക്ട് ചെയ്യുന്നത്? ഏത് മെത്തേഡാണ്? എ, SGST. ബി, CGST. സി, ഇന്റഗ്രേറ്റഡ് GST. ഡി, UT GST. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇന്റഗ്രേറ്റഡ് GST. നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ആവുമ്പോൾ ഇന്റഗ്രേറ്റഡ് GST ആണ് അല്ലെങ്കിൽ IGST ആണ് വരിക എന്ന് മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, GST is a matter of jurisdiction of A, union government. B, state government. C, both the center and state government. D, none of these. Here the answer is option C, both the center and state government. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, GST ഈടാക്കുന്നത്. The next one, interstate trade is presently subject to A, SGST. B, CGST. C, integrated GST. D, UT GST. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഓപ്ഷൻ സി, integrated GST. The next one, confers power to Government of India to collect tax on intra-state supply of goods or services or both. Option A, UT GST Act. B, IGST Act. C, CGST Act. D, SGST Act. The Government of India, Central Government tax inter-state supply of goods ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ സി, CGST Act, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക് എന്ത് ചെയ്യുന്നത്, ടാക്സ് ഈടാക്കുന്നത്.
Next one, GST dealers with annual turnover of dash are not required to use HSN code. HSN കോഡുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, അപ്പോൾ HSN കോഡ് ആവശ്യമില്ലാത്ത സമയം എപ്പോഴാണ്? ആനുവൽ ടേൺ ഓവർ എത്ര വരെയാണ് HSN കോഡ് ആവശ്യമില്ലാത്തത്? എ ലെസ് ദാൻ റുപ്പീസ് 1.5 crore, ബി ലെസ് ദാൻ റുപ്പീസ് 20 lakh, സി ലെസ് ദാൻ റുപ്പീസ് 1 crore, D less than rupees 75 lakh. Here the answer is option A, less than rupees 1.5 crore. 1.5 കോടിക്ക് താഴെയാണ് ആനുവൽ ടേൺ ഓവർ എങ്കിൽ HSN കോഡിന്റെ ആവശ്യം ഇല്ല. Next one, dealers whose annual turnover between rupees 1.5 crore and rupees 5 crore need to use. ഇനി ആനുവൽ ടേൺ ഓവർ 1.5 കോടിക്കും അതുപോലെ 5 കോടിക്കും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ എത്ര ഡിജിറ്റ് HSN കോഡാണ് യൂസ് ചെയ്യുക? എ 2 ഡിജിറ്റ് HSN കോഡ്, ബി 4 ഡിജിറ്റ് HSN കോഡ്, സി 6 ഡിജിറ്റ് HSN കോഡ്, ഡി 8 ഡിജിറ്റ് HSN കോഡ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 2 ഡിജിറ്റ് HSN കോഡ്. The next one, dealers with annual turnover of rupees 5 crore and above must be dash for their invoices. ഇനി 5 കോടിക്ക് അതിന് മുകളിലാണെങ്കിൽ ടേൺ ഓവർ എങ്കിൽ അവർ ഇൻവോയ്സിൽ HSN കോഡ് കാണിക്കണം. അത് എത്ര ഡിജിറ്റ് HSN കോഡാണ് കാണിക്കേണ്ടത്? എ 2 ഡിജിറ്റ് HSN കോഡ്, ബി 8 ഡിജിറ്റ് HSN കോഡ്, സി 4 ഡിജിറ്റ് HSN കോഡ്, ഡി നോട്ട് റിക്വയർഡ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 4 ഡിജിറ്റ് HSN കോഡ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, 1.5 കോടിക്ക് താഴെയാണെങ്കിൽ HSN കോഡ് വേണ്ട, 1.5 കോടിക്കും 5 കോടിക്കും ഇടയിലാണെങ്കിൽ 2 ഡിജിറ്റ് HSN കോഡാണ് വേണ്ടത്. ഇനി 5 കോടിക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ എത്ര വേണം? 4 ഡിജിറ്റ് HSN കോഡാണ് ആവശ്യമുള്ളത്. ഓക്കെ, കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, ഇൻ ദി കേസ് ഓഫ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് യൂസിംഗ് ഡാഷ് ഈസ് കമ്പൽസറി. HSN കോഡുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ പെടുത്തേണ്ട ഒന്നാണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ കേസിൽ എത്രയാണ് HSN കോഡ് യൂസ് ചെയ്യേണ്ടത്? എ 2 ഡിജിറ്റ് HSN കോഡ്, ബി 4 ഡിജിറ്റ് HSN കോഡ്, സി 6 ഡിജിറ്റ് HSN കോഡ്, ഡി 8 ഡിജിറ്റ് HSN കോഡ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 8 ഡിജിറ്റ് HSN കോഡ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക HSN കോഡുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് വൺ, ദ ലോവസ്റ്റ് ടാക്സ് റേറ്റ് അണ്ടർ GST ഈസ്. GSTയിൽ ഏറ്റവും കുറഞ്ഞ ടാക്സ് റേറ്റ് എത്രയാണ്? എ 0.25%, ബി 1%, സി 0.05%, ഡി 5%. അപ്പൊ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ 0.25% ആണ് ആൻസർ വരിക. ഏറ്റവും കുറഞ്ഞ റേറ്റ് 0.25% ആണ്. ഡയമണ്ടിന് അതുപോലെ തന്നെ ഡയമണ്ട് അല്ലാത്ത പ്രഷ്യസ് സ്റ്റോൺസിനൊക്കെ 0.25% ആണ് വരിക. ഓക്കെ, the next one, base metals, gold, silver, articles of jewelry are taxable in India at the rate of. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ GSTയിൽ വരുന്ന ടാക്സ് റേറ്റ്? എ 0.25%, ബി 1%, സി 3%, ഡി 5%. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 3%. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഏരിയ മനസ്സിലാക്കിയിട്ട് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ക്ലാസ്സുമായി, മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.